അത് ഞങ്ങളെ വീട് കേട്ടോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ഞാൻ ഉച്ചക്കാട്ടോ എണീറ്റിട്ട് 4-5 എന്താ പറയാ ഓട്ടട 4-5 ഓട്ടട എന്നിട്ട് ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങിക്കുക. ഉച്ചക്ക് എണീറ്റ് ഇങ്ങനെ ഇറങ്ങിക്ക. അപ്പോഴാണ് ഇവര് പടി പോയത്. എന്ത് പഠിക്കാൻ എന്താ കുറച്ച് ഒഴിക്ക്. നല്ല മണമുണ്ട്. കുറച്ച് ഒഴിക്ക്. വെള്ളത്തിൽ കലക്കി പഞ്ചസാര ഇട്ട് കുടിക്കണം. പഞ്ചസാര ഇട്ടോ? അങ്ങനെ ഡോക്ടർ എന്തിനായിരുന്ന? ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ചുമേന്റെ അല്ലേ? നമുക്ക് ചുമല്ല. മൂക്കൊലിപ്പിന്റെ അല്ലേ? മൂക്കൊലിപ്പിന്റെ അല്ല. പിന്നെന്തിന്റെ? എന്തൊക്കെയോ നല്ല മധുരമുള്ള എന്തൊക്കെയോ കൊണ്ടുവന്നിട്ട് മരുന്നാന്ന് പറഞ്ഞിട്ട് ഇതേ ഒല്ല ഞാൻ തിന്നിട്ട് ഇവക്ക ഒന്ന് വെച്ച് കൊടുത്തിട്ട് മേപ്പാടി പോയിട്ട് നിങ്ങൾ അവിടെ എന്ത് തിന്നേ? അമ്മ അവിടുന്ന് പൊറോട്ട നിങ്ങള് പൊറോട്ട എന്ത് ഗ്രീൻ പീസോ? ഗ്രീൻ പീസ് ഗ്രീൻ പീസ് അല്ല, ഗ്രീപ്പല്ല, ഗ്രീന്. അതെ, നിന്റെ കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താട്ടാനാ? ഞാൻ ഉറങ്ങിയായിരുന്നു കേട്ടോ. അല്ലേ നിന്റെ കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താട്ടാനാ? ഞാനിപ്പോ ഞങ്ങളെ വീട് കേട്ടോ. ഞങ്ങളെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടില് ബെർത്തിന്റെ വാർപ്പിന്റെ മേലെ കയറിയിട്ടുണ്ട് കേട്ടോ. നട്ടുവെച്ച് ഇത് നല്ല വെയിലിങ്ങനെ കുത്തി ഇങ്ങനെ അടിക്കണ്ട കേട്ടോ. മേലെ താഴോട്ട് ഞങ്ങളുടെ വീടിന്റെ വാർപ്പിന്റെ മേലെ ഈ ഭാഗം അടുക്കള, പിന്നെ അത് വാർപ്പിന്റെ മേലെ. കേറണ എങ്ങനെയാ വെച്ചാ എങ്ങനെ അതാണ് കോമഡി. ഇത് കൂടെ കയറുക. അതാ മരം ഉണ്ടല്ലോ, അതാ മരത്തിൽ കൂടെ കയറും. ഇതിൽ കൂടെ കയറുക. അതുണ്ടോ? ഇതിൽ കൂടെ ഇങ്ങനെ കയറും. കൂടെ തന്നെ കയറും ചെയ്യും, അതിൽ കൂടെ തന്നെ ഇറങ്ങും ചെയ്യും. എണീൻ്റെ ആവശ്യമില്ല. ഞങ്ങളവിടെ കയറണമെങ്കിൽ കുറച്ച് പാടാ. അവിടെ അതിൽ കൂടെ കയറണമെങ്കിൽ കുറച്ച് പാടാ. അറിയൂല. കണ്ടോ, അവിടെ ഒരു പലക ഉണ്ട്. അവിടെ കയ്യെത്തില്ലല്ലോ. അതാ അവിടെ പലക ഉണ്ട്, ചെറിയ പലക. ആ പൊട്ടാനൊക്കെയാണ്. ഈ കൂടെ ഞങ്ങൾ കയറുക. ഇനിയിപ്പോൾ അതിൽ കൂടെ കയറാൻ പറ്റില്ല. ഇനിയിപ്പോൾ വാർപ്പിന് മേലെ കയറണമെങ്കിൽ വേറെ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ പലക മാറ്റേണ്ടി വരും. അങ്ങനെ കുറേ ചടങ്ങാണ് അതൊക്കെ. നമുക്ക് നേരെ താഴെ ഇറങ്ങി മേലെ കയറിയിട്ട് പൊരിയുന്നു. എന്തൊരു വെയിലത്. ഇപ്പോൾ കുറച്ച് ഉച്ചയായി. കോഴി സംഭവം കോഴിക്ക് നല്ല വിശക്കുണ്ട് കേട്ടോ. അവിടെ വാല് തുറന്നിട്ട് ബാ എന്നാ. കോഴിക്ക് നല്ല വിശ നിൽക്കണേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം. ബാ ഇങ്ങോട്ടോ. ഞാൻ അവിടെ നിന്ന് വാല് തുറക്കാം. അപ്പം അങ്ങോട്ട് വന്നേ കേട്ടോ. കോഴിക്ക് സംഭവം നല്ല വിശന്നിക്കണം. കുറച്ച് ഗോതമ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുത്തേക്കണേ. ബാ ഇങ്ങോട്ടോ. രണ്ടാളും ഇവിടെ വെയിറ്റിംഗ് ആട്ടോ. എന്തൊരു കൊത്തുന്നു ഈ കോഴിയില്ലേ. ഈ കോഴി എന്ത് കൊത്തുന്നു. മുറിഞ്ഞോ. നട്ടുവെച്ചായപ്പോഴല്ലോ എല്ലാവരും ഉറങ്ങിയിട്ട് കേട്ടോ. നട്ടുവെച്ച് കുറച്ച് ചൂടായപ്പോൾ കുറച്ച് കർമ്മയൊക്കെ വന്നപ്പോൾ കുറച്ച് ഇരുടൊക്കെ അയക്കണം കേട്ടോ. നേരത്തെ പോലെ വെയിലധികമല്ല. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അമ്മ ഹാളിൽ കിടന്നുറങ്ങണേ. ഇങ്ങനെ അവിടെ സീരിയലാണ്. നട്ടുവെച്ച് ഈ സീരിയലാണ് കേട്ടോ. പിന്നെ അച്ഛനുണ്ടോ അവിടെ കടന്നുറങ്ങി പോകുന്നതാണ്. അത് മൊബൈൽ കളിക്കാൻ അറിയില്ല. എല്ലാവരും നട്ടുവെച്ചായപ്പോൾ എല്ലാവരും റെസ്റ്റിങ്ങാണ്. ഇപ്പോൾ ഞാനും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇപ്പോൾ കുറച്ച് നേരം കടന്നുറങ്ങുകയാണെങ്കിൽ തന്നെ വൈകുന്നേരം എന്താവുമെന്ന് അറിയില്ല. ഞാൻ എണീറ്റ് തന്നെ ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് എണീറ്റ്. ഇപ്പോൾ 1 മണിക്ക് കടന്നുറങ്ങുകയാണെങ്കിൽ നല്ല മൊഞ്ചുണ്ടാവും. എന്തായാലും എന്തെങ്കിലും കാട്ടട്ടെ. ഇപ്പോൾ ടൈം ഒരു 3 മണി ഉണ്ടാവും കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് കടന്നുറങ്ങി. അപ്പോൾ ഈ പുറത്തൊക്കെ നല്ല മഴ. മണ്ണിന്റെ മണുണ്ടല്ലോ. ഇതിങ്ങനെ വെള്ളം വീഴുമ്പോൾ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ.
ആഹാ നല്ല മഴയുണ്ട്. ഇവിടെ ഒരു പൂമ്പാറ്റ ഇതാവൊക്കെ ഒരു പൂമ്പാറ്റ. നല്ല മഴയുണ്ട്. ഞാൻ കുറച്ചധികം കടന്നുറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിന്നാട്ടോ കുറേ നേരം കണ്ണടച്ച് ഇങ്ങനെ നിന്ന് കേട്ടോ. കണ്ണടച്ച് ഇങ്ങനെ നിന്ന്. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാനിത് കുറേ നേരം മൊബൈലിൽ നോക്കിയിരുന്നു ഇങ്ങനെ നിന്നപ്പോൾ. പിന്നെ കുറച്ച് കഴിയുമ്പോണ്ട് അമ്മ ഇത്ര നേരം മുറ്റത്തിരിക്കണ്ടായിരുന്നു. ഈ ഭാഗത്ത് മുറ്റത്തിരിക്കണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് എന്തോ സൗണ്ടായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല മഴ. കാർമേഘം അധികം മൂടിയിട്ടില്ല കേട്ടോ. അവിടേക്ക് നല്ല എന്താ പറയുക വെയിലുണ്ട്. അവിടേക്ക് ആ ഭാഗത്തൊക്കെ നല്ല വെയിലുണ്ട്. അധികം കാർമേഘം മൂടിയില്ല. കണ്ടോ നല്ല രസം. ഇവിടുന്ന് മഴ പെയ്യുമ്പോൾ തെങ്ങും തോട്ടത്തേക്ക് നോക്കിക്കാൻ തന്നെ നല്ല രസമാണ്. മഴ പെയ്താൽ ജിമ്മി ഈ ചവിട്ടിയിൽ കിടക്കും. അല്ലാത്ത ഇതൊക്കെ അല്ലേ ഈ ടൈൽബേശീൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കിടക്കുക കേട്ടോ. മഴ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് എന്താ അറിയില്ല മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാ. ഞാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ കുറച്ച് കുറഞ്ഞുണ്ട് മഴ. എന്തായാലും കുറച്ച് മഴ ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തൊട്ട് രണ്ട് തന്നെ തോടുള്ളത് കൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യണ കൊണ്ട് നല്ല ചെടി നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. കണ്ടോ പൂവൊക്കെ ഇട്ട് കണ്ടോ. അങ്ങനെയൊക്കെ എന്താ ചെയ്യുക. പ്രകൃതിൻ്റെ ഓരോരോ ഇതാണ്. അവിലുണ്ടാക്കിയിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി ഇതാക്കിയിട്ട് അവിലൊക്കെ ഉണ്ടാക്കിയിട്ട് ബെല്ലൊക്കെ ഇട്ടിട്ട് അവിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് റൂമിൽ പോയിട്ട് കഴിക്കാം. നെറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാം. മഴയും കൂടിയാണ്. ഒരു ചൂട് ചായ പിന്നെ അവിലും ഏത് സാധനം നമുക്ക് അവിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് നെറ്റ് ഏറ്റവും എന്താ അറിയില്ല കയറ്റിയിരിക്കുക. എന്നാലും നമുക്ക് എല്ലാം ശ്രമിച്ചു നോക്കാം. വാ ഞാൻ പറയണേ അവിലൊക്കെ ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ അവിലുണ്ട്. പിന്നെ ചായ ചൂടാക്കിയിട്ടുണ്ട്. കാപ്പി ഉണ്ടോ വേണ്ട ഭയങ്കര ചൂടാണേ. ഇപ്പോൾ ഉണ്ടോ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് വെയിലൊക്കെ വന്നിക്കണേ. വൈകുന്നേരം ആയല്ലോ. തേങ്ങ ചിരകിയിട്ട് അത് ഇട്ടിക്കണ്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിക്കണ്. പിന്നെ കാപ്പി പറഞ്ഞാൽ കാപ്പിയിൽ വെല്ലം ഇട്ടിട്ട് വെല്ലക്കാപ്പി ഉണ്ടാക്കിയിരിക്കണം. ഞാൻ നോക്കാം നല്ല ചൂടുള്ള കാപ്പിയാണ്. ആ കാപ്പി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതിലൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മണി ആയിട്ടുണ്ട്. ഭജന ഉണ്ട് കേട്ടോ അമ്പലത്തിൽ ഭജനയൊക്കെ ഉണ്ട്. 6 മണി കഴിഞ്ഞാൽ അമ്പലത്തിൽ പാട്ട് കേൾക്കും. ഇപ്പോൾ എനിക്ക് അവിടെ കേക്ക് ഉണ്ടെന്ന് അറിയില്ല. ഞാൻ കുറച്ച് ടൈം ഉണ്ടാക്കാം. അപ്പോൾ കേൾക്കുമെന്നും അറിയില്ല കേട്ടോ. എനിക്കൊക്കെ കുറച്ച് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ടൈം കുറച്ച് ഒരു നീല കളർ പോലെ അയക്കണ്. എന്താ പറയുക കോഴി കൂട്ട് കയറിയില്ല. കുറച്ച് നേരത്തെ മഴയൊക്കെ പെയ്തിരുന്നു. നൈസായിരുന്നു. ഒന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. സിക്കതിരുന്നുള്ളി എടുത്തു ആ പാട്ടാണ് കേട്ടുണ്ടായത്. കയ്പൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് എങ്ങോട്ടാ പോയിക്കണം. ഞാൻ ചവിട്ടോടെ ചളിയായല്ലോ. നമ്മളിപ്പോൾ അമ്പലത്തിൽ പാട്ട് ഇതാക്കുന്നു തോന്നണേ. വൈകുന്നേരം 6 മണി ടൈം ആയാൽ പാട്ട് വെക്കും. ഇവിടെ ഭജനയൊക്കെ ആയിക്കൊണ്ടേ ഇപ്പം അത് ആവും തോന്നണേ. അവിടെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. മൈക്കിൻ്റെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ പാട്ട് ആയിരിക്കും അറിയില്ല. ഒരു 8 മണി 9 മണി ആയാൽ 9 മണിയല്ല 8 മണിയോ 8 മണി 8:30 ആയാൽ അമ്പലത്തിൽ ഭജന വെച്ചാൽ പാട്ട് പാടി അടിപൊളിയായിട്ട്. എനിക്ക് പക്ഷെ പോകാൻ പറ്റില്ല. അതാണ് ടാസ്ക്. ഇപ്പോഴല്ല ഇനി കുറേ കഴിഞ്ഞാൽ അമ്പലത്തിൽ പരിപാടി തുടങ്ങി കേട്ടോ. പരിപാടി വെച്ചാൽ ഭജന തുടങ്ങും. എനിക്ക് നേരെ പോകാൻ പറ്റില്ല. ബാക്കി സ്വാമിമാരും അവരൊക്കെ പോകും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. നല്ല ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ. സി യു.